ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലത്താണ്. ഈ കാണുന്നത് നമ്മളിപ്പം പോകാനായിട്ട് പോകുന്നത് ശാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിലാണ് പോകുന്നത്, ബോട്ടിലോട്ട് കയറുവാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ശരിക്കും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിന് നടുക്കായിട്ടാണ് ഗൈസ് ഈ ശാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഗൈസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ബോട്ടിലായിരിക്കും യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഗൈസ് നമ്മൾ ബോട്ട് അടുപ്പിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ബോട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇറങ്ങി തന്നെ നടക്കാനൊക്കെ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി നടക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ മുട്ട വരെ വെള്ളമുള്ളൂ. ബട്ട് നല്ലൊരു ഫീലായിരുന്നു ഇവിടുത്തെ എനിക്ക് നന്നായിട്ട്, എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതും പോരാഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ വന്ന് നിൽക്കുന്നതാണ്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് തന്നെ പല മരത്തിൻ്റെ മണ്ടയിലും കയറുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെ മണ്ടയിൽ വലഞ്ഞൊക്കെ കയറുന്നുണ്ടായിരുന്നു ഗേസ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചു കുട്ടികൾ വരെ ഇറങ്ങി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന് എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഗേസ് വെള്ളത്തിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് അത്ര വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ കാരണക്കാറും അതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ചിരി കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഏരിയയ്ക്ക് മാറ്റിയിരിക്കുകയാണ്. മുന്നേ ഇത് പ്രൈവറ്റ് ആയിട്ടായിരുന്നു ഈ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ് ഗേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ടൂറിസ്റ്റ് ഏരിയയ്ക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ് ഗീസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വെയിൽ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ നല്ല വെയിലായിരുന്നു ഗീസ്. എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു, പൊള്ളി പോകുന്ന വെയിലായിരുന്നു. ബട്ട് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു ക്ലൈമറ്റാണ്, കൂളായിരുന്നു ഞാൻ. പിന്നെ ആ കാണുന്നത് എന്തോ പള്ളിയാണ്. എനിക്ക് നേരെ കാണാൻ പറ്റിയിട്ടില്ല. ക്യാമറയിൽ ഇച്ചിരിയെങ്കിലും കാണുന്നതിൻ്റെ വലിയ ഭാഗ്യമാണ്, കാരണം അത്രയ്ക്കും ദൂരെയായിരുന്നു അത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ലൊരു പ്ലേസ് തന്നെയാണ്. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് നന്നായിട്ട് ഈ ക്ലൈമറ്റും കാര്യങ്ങളും പ്ലേസും ഒക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ഒരുപാട് വിൽക്കുന്നുണ്ട് ഗേസ്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല ഫുഡൊക്കെയാണ് ഞാൻ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവർ ഈ 1-2 മണിക്കൂറുകളായിട്ട് നിന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ് ഗേസ്. അവിടെ നല്ല നല്ല ഫുഡൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എന്താ, ഞാനവിടെ പോയ ടൈമിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടില്ല. അതുപോലെ നമ്മൾ ഒരുപാടൊന്നും വാങ്ങി കഴിച്ചിട്ടുമില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളത്തിൽ ഒരുപാട് നിന്നപ്പോൾ കാല് വരയ്ക്കുന്നുണ്ട് ഗേസ്. പിന്നെ അതുകൊണ്ട് ഞാൻ തിരിച്ച് മേളിലോട്ട് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. മേളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ബോട്ടിൽ നിന്ന് ഇറക്കവും കയറുകയും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഗേസ്, അവിടെ വെള്ളത്തിൽ തന്നെ. അപ്പം അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒരുപാട് നേരം വെള്ളത്തിൽ നിന്നപ്പോൾ കാലൊരുപാട് മരവിക്കുന്നു. അപ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളൂ ഗേസ്. അപ്പം എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം. ഈ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.